ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം ഭാഗത്താണ്. കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് അതിൻ്റെ മുൻഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ മറ്റുള്ള ചാനലിലൊക്കെ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് കുറച്ച് മാറി നിന്നതായിരുന്നു. ഇപ്പം വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, കട്ട വെച്ചുള്ള വർക്കിൻ്റെ മുന്നോടിയായുള്ള ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള കോൺക്രീറ്റാണ് ഇവിടെ കൊണ്ടുവന്ന് നിറക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ നമുക്ക് കാണാം ഒരു വയഡക്റ്റ്, ഒരു റാമ്പ് കൊടുത്തത്. അതിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുൻഭാഗത്ത് മറ്റുള്ള ഭാഗത്തൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാം, നമുക്ക് വാഹനങ്ങളൊക്കെ അതിലൂടെ പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ നമുക്കൊരു ബസ് സ്റ്റോപ്പും കൂടെ ഇവർ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അതിൻ്റെ കാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് ഇനി വർക്കുകൾ നടക്കേണ്ടത് നോക്കാം. വരെ പണി കഴിഞ്ഞത് കാണാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി പണി നടക്കാനുള്ളത്. ഇവിടെ കാണാം നമുക്ക് ക്രഷ് ബാരിയറിൻ്റെ കമ്പികളൊക്കെ പൊങ്ങി നിൽക്കുന്നത്. ഇവിടെ ഇങ്ങോട്ടൊരു ചെറിയ റോഡൊക്കെ ഉണ്ട്. ഇതാണ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുകൂടെ ആയിരിക്കാം നമുക്ക് ആ വയഡക്റ്റിൻ്റെ മുകളിലൂടെ കയറി പോകാനുള്ളത്. അവിടെ ഒരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലൈ ഓവറിലേക്കുള്ള വഴി ഇവിടെ നിന്നായിരിക്കാം. ഈ ഭാഗത്തുനിന്ന് ഇവിടെ മണ്ണ് ഫില്ലിംഗ് ആണ് ഇനി നടക്കാനുള്ളത്. കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. മുൻഭാഗത്ത് ഇനി എന്തൊക്കെ വർക്കുകൾ എന്ന് പോയി നോക്കാം. മുൻഭാഗത്ത് ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, അതിൻ്റെ ഒരു ഭാഗം എടുക്കുന്നുണ്ട്. അതിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇതാണ് അത് അവിടുന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം. അതാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് അവർ നേരെ ലാബിൽ കൊണ്ടുപോയിട്ട് എത്രത്തോളം തിക്നെസ് ഉണ്ട്, അതിൽ ചേർത്ത ടാറ്, അതുപോലെ സിമൻറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഒക്കെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം നല്ല രീതിയിൽ എല്ലാ വർക്കുകളും ഇവർ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വയഡക്റ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തും നമുക്ക് കാണാം, ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ പാലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ അടുത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ജോയിൻറ്റിങ് ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൻ്റെ മുൻഭാഗത്ത് കാണാം മണ്ണിങ്ങനെ ഉള്ള ഭാഗത്ത്, അവിടെയാണ് ഇനി മെറ്റൽ മിക്സും മറ്റുള്ളതൊക്കെ ചെയ്യേണ്ടത്. വളരെ വേഗത്തിലായിരുന്നു ഇവിടെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. നമ്മൾ കുറച്ച് ദിവസം ഇവിടേക്ക് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ പുഴേൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. പുഴേൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണിത്. ഇവിടെ ഒരു സർവീസ് റോഡ് പോലെ പുഴയിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു വ്യൂ വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുഴയിൽ പോയി നോക്കാം. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പുഴയിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഭാഗത്തൊക്കെ കല്ല് പതിക്കുന്ന ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ കല്ല് പതിക്കുന്ന ഒരു വർക്ക്, മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പാലം കാണാം, കറുപ്പും നീലയൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കല്ല് പതിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ചെയ്യാനാണ് തോന്നുന്നത്. കുറേ കല്ലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ വർക്കൊക്കെ നമുക്ക് കാണാം, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ ഇനി വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലേക്ക് മാറ്റുമോയെന്ന് അറിയില്ല. നല്ല രീതിയിൽ ഇപ്പോൾ കുറേ കച്ചറകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം പുഴയിൽ വളരെ കുറച്ച് വെള്ളമുള്ളൂ. അങ്ങനെ ഒരു ക്ലിയറുള്ള വെള്ളമൊന്നുമല്ല. കുറച്ച് ഭാഗത്ത് മാത്രമാണ് നല്ല വെള്ളമൊക്കെ തോന്നുന്നത്. അധികം ചളി പിടിച്ച വെള്ളങ്ങളാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ മറ്റൊരു ഇത് കണ്ടത് ഞാൻ. ഈ ഭാഗത്തെ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഭാഗത്തൊക്കെ ഓരോ കമ്പികൾ പൊങ്ങി കിടക്കുന്നത്.
ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിരുന്നു ഇത് കട്ട് ചെയ്ത് കളയും എന്ന്. ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പുഴയിൽ വെള്ളമൊക്കെ കൂടുന്ന സമയത്ത് ഇതിൽ വന്നിട്ട് കച്ചറകളൊക്കെ വേസ്റ്റുകളൊക്കെ വന്ന് തടയാൻ സാധ്യതയുണ്ട്. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഴയ പാലം അവിടെ കാണാം. അതിൻ്റെ സൈഡ് അടുത്ത് തന്നെയാണ് 2 പാലങ്ങളും വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പുഴയിൽ നിന്നുള്ളൊരു അടിപൊളി കാഴ്ചയാണ്. നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കാൻ. പഴയ പാലത്തൂടെ വാഹനങ്ങൾ ഇങ്ങനെ വരിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കൊക്കിൻ്റെയൊക്കെ ഒരു കൂട്ടങ്ങൾ കണ്ടു. ഞാൻ വന്നതുകൊണ്ട് വെറുതെ ഇങ്ങനെ എടുത്തതാണ്, രസമായിട്ട്. അപ്പോൾ മുകളിലോട്ട് പോവാം. നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകളൊന്നും ചെയ്ത് കാണുന്നില്ല. ടാറിങ്ങൊക്കെ കുറേ മുന്നേ തന്നെ കഴിഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പുതിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല പാലത്തിൻ്റെ മുകളിൽ. ഇനി ഇവിടെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ജോയിൻറ്റിങ് കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഇവിടെ കാണാം. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് ഉണ്ട്. പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇനി ഇവിടെ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് ഭാഗത്താണ് ഇനി നല്ല കൂടുതലായിട്ടുള്ള വർക്കുകൾ നടന്നിട്ടുള്ളത്. പോയി നോക്കാം. പാലത്തിൻ്റെ മുകളിൽ നല്ലോണം കച്ചറകളുണ്ട്. പല വേസ്റ്റുകളും കാണാം. വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം പെയിൻറ്റിങ് മാത്രമാണ്, ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ചെറിയ ചെറിയ ഭാഗത്തുള്ള ജോയിൻറ്റിങ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക്. അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. പാലം കഴിഞ്ഞ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കുറച്ച് കഴിയാനുണ്ട്. ഈ ഭാഗത്ത് 2 ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനിയുണ്ട് ബാക്കി. ഞാൻ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇതിന് മുമ്പൊരു വീഡിയോ എടുത്തിരുന്നത്. അതിൻ്റെ ശേഷം ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണും. ഞാനിവിടെ വന്നിട്ട് കുറേ ആയിന്. ആ സമയത്തൊക്കെ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ വേറെ വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ വരുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരാതെ നിന്നായിരുന്നു. ഇപ്പോൾ പുതുതായിട്ടുള്ള വന്നിട്ടുള്ള കാഴ്ചകൾ, മാറ്റങ്ങൾ, ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. കട്ട വെച്ച് ടാറിങ് കഴിഞ്ഞ് എല്ലാ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വരാനുള്ളത് ലൈറ്റിൻ്റെ കാലുകൾ കൊടുക്കുന്ന വർക്കാണ്. പിന്നെ ലൈൻ മാർക്കിങ്, ഈ സെൻറ്ററിൽ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗം ഇവിടം വരെ, ആ കാണുന്ന ഭാഗം വരെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു അനുഭവമായിരിക്കും. കാരണം ഇവിടെ കട്ട വെച്ച് പാലത്തിൻ്റെ ഈ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ മുൻഭാഗത്ത് ഒരു ചെറിയ ഒരു വൈഡക്റ്റ് പോലെ ഒരു കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം, കുറച്ച് ഭാഗം ഒരു ചെറിയ ഓവർപാസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം താഴ്ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവാനുള്ള ഒരു വഴി വിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഒരു സർവീസ് റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക്, കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന രീതിയിലേക്ക് ഇവിടെ റോഡ് കൊടുത്തത് കാണാം. ഈ ഭാഗത്ത് ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട്. അതിനുള്ള കമ്പിയൊക്കെ കാണാം. നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഇതൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയത്. നമ്മൾ ഒരു മാസം ആയിട്ടില്ലെങ്കിലും അതിൻ്റെ മുന്നേ ഒക്കെ വന്നിട്ടുണ്ട്. കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇവർ ഇത്രയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ കൂടെയൊക്കെ പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല പാർക്കിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അവിടെയൊക്കെ നമ്മുടെ പഴയ ഹൈവേൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് താഴ്ന്ന ഭാഗമായിരുന്നു വാഹനങ്ങൾ പോകുമ്പോൾ നമുക്കറിയാം, കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ.
അപ്പോൾ ആ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുന്ന് റോട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സർവീസ് റോഡ്. ഇതാണ് പുഴേൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ്. ഇവിടെയും കുറേ ഭാഗത്ത് കട്ട വെച്ച് പുല്ലൊക്കെ വെക്കാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മാറ്റം തന്നെയാണ് കാണാം. വലിയ രീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഈ ക്രഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നിടത്തൊക്കെ പൊളിഞ്ഞു പോയത് കാണാം. അവിടെയാണ്, ആ ഭാഗത്താണ് ഒരു ഓവർപാസ് വരുന്നത്. ചെറിയൊരു വയഡക്റ്റ് എന്ന് വേണം പറയാം. അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാലം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റെയിൽവേൻ്റെ പാലം വരുന്നത്. അങ്ങോട്ട് പോയി നോക്കാം മുകൾ ഭാഗത്തേക്ക്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണെന്നാൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മുടെ ഈ ചാനലിൽ. അതുവരെ 1000-ൽ കൂടുതൽ ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് ചെയ്യാറില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു ചെറിയ സപ്പോർട്ട് തരിക. എല്ലാ ഭാഗത്തും ഇതുപോലെ മദ്യക്കുപ്പികളാട്ടോ. ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ പൊട്ടിച്ച് ഇട്ടത് കാണാം. ആളുകൾ എവിടെ നോക്കിയാലും റോഡിൻ്റെ ഭാഗത്ത് പലതരത്തിലുള്ള വൃത്തികേടാക്കലാണ്. കുറേ പേര് പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കുന്നു. അത് എല്ലാ സംഘടനകളും പാർട്ടികളും എല്ലാവരും കൂടെ. അതിനൊന്നും ഒരു നിയമമില്ല. ഇപ്പോഴും പുതുതായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത ഭാഗത്തൊക്കെ കുറേ ആളുകൾ വീണ്ടും സ്റ്റിക്കറുകളൊക്കെ പതിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പാലമാണ് ഇവിടെ വരുന്നത്. കുറ്റിപ്പുറം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു പാലം. ചെറിയ ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കാണാം. പാലത്തിൻ്റെ ഇതിൻ്റെ വർക്കൊക്കെ കുറേ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജോയിൻറ്റിങ് ചെയ്യുന്നൊരു വർക്കാണ് ഇവിടെ വരാനുള്ളത്. അതിൻ്റെ മുന്നേ ഉള്ള കോൺക്രീറ്റ് കമ്പി കെട്ടുന്ന വർക്ക്, കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം. ഈ ലോറി ഇപ്പോൾ വരുന്ന ഈ താഴ്ഭാഗത്തൂടെയാണ്, ഈ ഭാഗത്തൂടെയാണ് നമുക്ക് ഇറങ്ങി അങ്ങോട്ട് പോകാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാണാം നമുക്ക് പുതുതായി ഹൈവേയിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി. ഇവിടെ നല്ല സ്ട്രോങ്ങിലുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ബീം പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഉള്ള കമ്പിയും ഈ കമ്പിയും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് ഒരു ചെറിയ പാലം പോലെ നിർമ്മിക്കലാണ്. അതിനുള്ള ഷീറ്റുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് ആണ്, ഇവിടുന്ന് പാലം. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെയാണ് നമ്മുടെ റെയിൽവേൻ്റെ മുകളിലൂടെ വരുന്ന പാലം. പിന്നെ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു പാലം കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ താഴെ കൂടെ ഇറങ്ങിപ്പോകാനേ വേണം, വേറെ വഴിയൊന്നുമില്ല. ഇതാണ് ഒരു ബസ്സൊക്കെ വരുന്നുണ്ടല്ലേ താഴെ ഭാഗത്തുകൂടെ. അപ്പോൾ നമുക്ക് താഴെ കൂടെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ എത്ര വീഡിയോ എടുത്താലും കണ്ടാലും മതി വരാത്തൊരു ഡിസൈനാണ് നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെത്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള പാലത്തിന് ഇങ്ങനെയുള്ള ഡിസൈനുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് ഇതുവരെ റെയിൽവേൻ്റെ ഭാഗത്ത് വരുന്ന പാലം ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഡിസൈനിലാണ് അവർ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ കുറച്ച് താഴ്ന്ന ഭാഗമായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്ത് നല്ല രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ പഴയ റോഡാണ് ഇത്. ഇനി പഴയ റോഡ് നമ്മുടെ PWD റോഡിൻ്റെ രീതിയിലേക്ക് മാറും. പുതിയ ഹൈവേ മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇനി തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഈ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ, അതുപോലെ തിരുനാവായ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ വരാൻ പറ്റും. ഇപ്പം നമ്മളെ ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വന്നിട്ടാണ് നമുക്ക് തിരുനാവായ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുക.
അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ ഇനി വരാനുള്ളത്. മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ഇതാണ് ഇവിടെ ഒരു പുതുതായിട്ടൊരു റാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുനാവായ കുറ്റിപ്പുറം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്കാണ് ഈ റാമ്പ് പോലുള്ള ഈ ഭാഗത്തൂടെ ഹൈവേയിലേക്ക് വന്ന് കയറാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയും മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കാനുണ്ട്. ഇവിടെ നമുക്ക് പഴയ റോഡിൻ്റെ ഒരേ ലെവലിലേക്കാണ് ഇപ്പോൾ മണ്ണ് ഫില്ലിങ് നടന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് മുന്നിലൊരു കാണാം ഒരു ചെറിയൊരു പാലം, കുറച്ച് ഭാഗത്ത് മാത്രം ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ ഹൈറ്റിലേക്കാണ് ഇനി മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റെയിൽവേൻ്റെ പാലം വരുന്നത്. റെയിൽവേൻ്റെ പാലത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകളൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് വലിയൊരു ടാസ്ക് തന്നെ ആയിരിക്കാം. കാരണം ട്രെയിനൊക്കെ നിർത്തി വെച്ചതിൻ്റെ ശേഷം ഇതെടുത്ത് വെക്കാനാണ്. അത്രയും വലിയൊരു വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. ഇതിൻ്റെ മുൻഭാഗത്തൊന്നും ഇനി വർക്കുകളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.